ആകാശങ്ങൾ ദൈവത്തിന്റെ ബോധത്തെ അറിയിക്കുന്നു. ആകാശത്തട്ടെ അവന്റെ കൈവേലയെ കാണിക്കുന്നു. പകൽ പകലിനെ വാക്കിനെ ഉച്ചരിക്കുന്നു. രാത്രി രാത്രിക്ക് അറിവിനെ അറിയിക്കുകയും ചെയ്യുന്നു. അവയുടെ ശബ്ദം കേൾക്കപ്പെടാത്ത ഭാഷയുമില്ല, വാക്കുകളുമില്ല. ഭൂമിയിൽ എല്ലായിടവും അവയുടെ അറിയിപ്പും ഭൂതലത്തിന്റെ അതിർത്തികളോളം അവയുടെ വചനങ്ങളും പുറപ്പെട്ടിരിക്കുന്നു. അവയിൽ സൂര്യന്റെ മേൽ അവന്റെ കൂടാരം അടിച്ചു. അത് തന്റെ മണവറയിൽ നിന്ന് പുറപ്പെടുന്ന മണവാളൻ എന്ന പോലെയാകുന്നു. പരാക്രമമുള്ളവൻ എന്ന പോലെ തന്റെ വഴി ഓടുവാൻ സന്തോഷിക്കും. ആകാശത്തിന്റെ അറ്റങ്ങളിൽ നിന്ന് അതിന്റെ പുറപ്പാടും ആകാശത്തിന്റെ അറുതികളിൽ മേൽ അതിന്റെ താകലും ആകുന്നു. അതിന്റെ ആവിയിൽ നിന്ന് മറവായിരിക്കുന്നതുമിൽ ഒന്നുമില്ല. കർത്താവിന്റെ വേദപ്രമാണം കറയില്ലാത്തതും ആത്മാവിനെ തിരിക്കുന്നതുമാകുന്നു. കർത്താവിന്റെ സാക്ഷി വിശ്വാസയോഗ്യവും ശിശുക്കളെ ജ്ഞാനമുള്ളവരാക്കുന്നതും ആകുന്നു. കർത്താവിന്റെ പ്രമാണങ്ങൾ ചുവപ്പുള്ളതും ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നവയുമാകുന്നു. കർത്താവിന്റെ കൽപ്പനകൾ തിരഞ്ഞെടുക്കപ്പെട്ടതും കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നതുമാകുന്നു. കർത്താവിനെ കുറിച്ചുള്ള ഭയവും വെടിപ്പുമുള്ളതും എന്നേക്കും നിലനിൽക്കുന്നതുമാകുന്നു. കർത്താവിന്റെ നീതിയുള്ളവയും കർത്താവിന്റെ ന്യായവിധികൾ സത്യമായുള്ളവയും സകലത്തിലും നീതിയുള്ളവയും ആകുന്നു. അവ സ്വർണത്തെക്കാളും നല്ല രക്തത്തെക്കാളും ആഗ്രഹിക്കത്തക്കവയും തേനിനേക്കാളും തേൻകട്ടയേക്കാളും മാധുര്യമുള്ളവയും ആകുന്നു. അത്രയുമല്ല, തന്റെ ദാസൻ അവയാൽ സൂക്ഷിക്കപ്പെടും. അവനവയെ ആചരിച്ചാൽ വളരെ പ്രതിഫലം കിട്ടും. പിഴകളെ തിരിച്ചറിയുവാൻ അറിയുന്നവരാര്? രഹസ്യകാര്യങ്ങളിൽ എന്നെ കുറ്റമില്ലാത്തവനാക്കി തീർക്കണമേ. ദുഷ്ടന്മാർ എന്നിൽ അധികാരപ്പെടാതിരിക്കാനും പാപങ്ങളിൽ നിന്ന് ഞാൻ വെടിപ്പുള്ളവനായിരിക്കുവാനായിട്ട് അന്യായത്തിൽ നിന്ന് നിന്റെ ദാസനെ തടയണമേ. എന്റെ സഹായക്കാരനും എന്റെ രക്ഷിതാവുമായ കർത്താവേ, എന്റെ വായിലെ വചനങ്ങൾ നിന്റെ ഇഷ്ടപ്രകാരവും എന്റെ ഹൃദയത്തിന്റെ ധ്യാനം നിന്റെ മുൻപാകെ ഇരിക്കണമേ. ദൈവമേ, നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമ്പോൾ പുതുതാക്കാനായി മൃതലോകത്തെ
സമുദ്രത്തിലേക്ക് ഇറങ്ങിപ്പോയവർ പോകുന്നവരും അതിലുള്ള സകലവും ദ്വീപുകളും അവയിൽ കൂടിയിരിക്കുന്നവരുമേ കർത്താവിന് വേണ്ടി പാടുവീൻ. വനവും അതിലെ ഗ്രാമങ്ങളും സന്തോഷിക്കട്ടെ. കേദാർമേച്ചിൽ സ്ഥലങ്ങൾ ആയിരിക്കട്ടെ. പാറകളിൽ കൂടിയിരിക്കുന്നവർ സ്തുതിക്കട്ടെ. അവർ പർവ്വതങ്ങളുടെ മുകളിൽ നിന്ന് ആർത്തുകൊള്ളട്ടെ. കർത്താവിന് മഹത്വം കൊടുക്കുകയും അവന്റെ സ്തുതികളെ ദ്വീപുകളിൽ അറിയിക്കുകയും ചെയ്യട്ടെ. കർത്താവ് പരാക്രമി എന്ന പോലെ പുറപ്പെടും. അവൻ യോദ്ധാവ് എന്ന പോലെ വാശിയെ ജ്വലിപ്പിക്കും. അവൻ ആർത്ത് ബലപ്പെട്ട് തന്റെ ശത്രുക്കളെ സംഹരിക്കും. ആകാശങ്ങളെ മേലിൽ നിന്ന് ആനന്ദിപ്പീൻ. മേഘങ്ങൾ നീതിയെ തെളിക്കട്ടെ. ഭൂമി തുറക്കപ്പെടട്ടെ. രക്ഷ വർദ്ധിക്കട്ടെ. നീതി ഒന്നിച്ച് മുളയ്ക്കുമാറാകട്ടെ. ഇവയെ സൃഷ്ടിച്ച കർത്താവ് ഞാനാകും. ദൈവമേ സ്തുതിയോഗ്യമാവുന്നു. വാർക്കുമോ മറിയാം പറഞ്ഞു, എന്തെന്നാൽ എന്റെ ദേഹി കർത്താവിനെ പുകഴ്ത്തുന്നു. എന്റെ ആത്മാവ് എന്നെ ജീവിപ്പിക്കുന്നവനായ ദൈവത്തിൽ സന്തോഷിച്ചു. എന്തെന്നാൽ അവൻ തന്റെ ദാസിയുടെ താഴ്ചയെ നോക്കിക്കൊണ്ടിരിക്കുന്നു. കണ്ടാലും ഇന്നു മുതൽ സകല വംശങ്ങളും എനിക്ക് ഭാഗ്യം തരും. എന്തെന്നാൽ ശക്തിമാനും തന്റെ നാമം പരിശുദ്ധവുമായിരിക്കുന്നവൻ വലിയ കാര്യങ്ങൾ എങ്കിൽ പ്രവർത്തിച്ചിരിക്കുന്നു. അവന്റെ കരുണ അവനെ ഭയപ്പെടുന്നവരുടെ മേലും തലമുറ തലമുറകളായും വംശങ്ങളായും ഉണ്ടാകുന്നു. അവൻ തന്റെ ഭുജം കൊണ്ട് ജയമുണ്ടാക്കി തങ്ങളുടെ ഹൃദയ വിചാരത്തിൽ അഹങ്കാരികളായവരെ ചിഹ്നിച്ചു. അവൻ ബലവാന്മാരെ സിംഹാസനങ്ങളിൽ നിന്ന് മറിച്ചിടുകയും താഴ്മയുള്ളവരെ ഉയർത്തുകയും ചെയ്തു. അവൻ വിശപ്പുള്ളവരെ നന്മ കൊണ്ട് സമ്പൂർണരാക്കുകയും സമ്പന്നന്മാരെ വ്യർത്ഥമായി അയക്കുകയും ചെയ്തു. അവൻ തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിക്കുകയും നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാമിനോടും അവന്റെ സന്തതിയോടും സംസാരിച്ച പ്രകാരവും എന്നേക്കും തന്റെ കരുണയെ ഓർക്കുകയും ചെയ്തു. പ്രകാശത്തിന്റെ സൃഷ്ടാവിന് സ്തുതി. കർത്താവിന്റെ ഭൃത്യന്മാരെ സ്തുതി പാടുവീൻ. നിങ്ങൾ കർത്താവിന്റെ നാമത്തെ സ്തുതിപ്പീൻ. കർത്താവിന്റെ നാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. സൂര്യന്റെ ഉദയം മുതൽ അതിന്റെ അസ്തമനം വരെയും കർത്താവിന്റെ നാമം വലിയതാകുന്നു. കർത്താവ് സകല ജാതികൾക്കും മേൽ ഉന്നതയും തന്റെ മഹത്വം ആകാശങ്ങൾക്കും മീതെയുമാകുന്നു. ഉയരങ്ങളിൽ വസിക്കുകയും ആഴത്തിൽ നോക്കുകയും ചെയ്യുന്ന നമ്മുടെ ദൈവമായ കർത്താവിനോട് സദൃശൻ ആകാശത്തിലും ഭൂമിയിലും ആരുള്ളൂ. അവൻ എളിയവനെ ജനത്തിന്റെ പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തേണ്ടതിനും കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു. അവൻ മച്ചിയായവളെ മക്കളുടെ സന്തോഷമുള്ള മാതാവായി ഭവനത്തിൽ വസിക്കുമാറാക്കുകയും ചെയ്യുന്നു. ആകാശത്തിൽ നിന്ന് കർത്താവിനെ സ്തുതിപ്പീൻ. ഉന്നതങ്ങളിൽ അവനെ സ്തുതിപ്പീൻ. അവന്റെ സകല ദൂതന്മാരുമേ അവനെ സ്തുതിപ്പീൻ. അവന്റെ സകല സൈന്യങ്ങളുമേ അവനെ സ്തുതിപ്പീൻ. ആദിത്യേന്ദ്രന്മാരെ അവനെ സ്തുതിപ്പീൻ. പ്രകാശമുള്ള സകല നക്ഷത്രങ്ങളുമേ അവനെ സ്തുതിപ്പീൻ. ആകാശങ്ങളുടെ ആകാശങ്ങളും ആകാശങ്ങൾക്ക് മീതെയുള്ള വെള്ളങ്ങളുമേ അവനെ സ്തുതിപ്പീൻ. കർത്താവിന്റെ നാമത്തെ സ്തുതിക്കട്ടെ. എന്തെന്നാൽ അവൻ പറഞ്ഞു, അവയുണ്ടായി. അവൻ കൽപ്പിച്ചു, അവ ശിക്ഷിക്കപ്പെട്ടു. അവൻ അവയെ എന്നേക്കുമായി സ്ഥിരപ്പെടുത്തി. നിയമം നിശ്ചയിച്ചു, അത് അടിയുന്നതുമല്ല. ഭൂമിയിൽ നിന്ന് മഹാസർപ്പങ്ങളും എല്ലാ അഴികളും അഗ്നിയും കൽമഴയും ഉറച്ച വെള്ളവും ഹിമവും അവന്റെ വചനപ്രവൃത്തിയായ കാറ്റുകളും കൊടുങ്കാറ്റുകളുമേ കർത്താവിനെ സ്തുതിപ്പീ. പർവ്വതങ്ങളും സകല കുന്നുകളും ഫലവൃക്ഷങ്ങളും സകല കാലികളും മൃഗങ്ങളും സകല കന്നുകാലികളും ഇഴജന്തുക്കളും പക്ഷികളും പറവകളുമേ കർത്താവിനെ സ്തുതിപ്പീൻ. ഭൂമിയിലെ രാജാക്കന്മാരും സകല ജനങ്ങളും ഭൂമിയിലെ പ്രമുഖ
പ്രഭുക്കന്മാരും സകല ന്യായാധിപന്മാരും ശിശുക്കളും കന്യകമാരും വൃദ്ധന്മാരും യൗവനക്കാരും കർത്താവിന്റെ നാമത്തെ സ്തുതിക്കട്ടെ. എന്തെന്നാൽ അവന്റെ നാമം മാത്രം വലിയതാകുന്നു. അവന്റെ മഹത്വം ഭൂമിയിലും ആകാശത്തിലുമുണ്ട്. അവൻ തന്റെ ജനത്തിന്റെ കൊമ്പും തന്റെ സകല നീതിമാന്മാർക്കും തനിക്കടുത്ത ജനമായ ഇസ്രായേൽ മക്കൾക്കും മഹത്വവും ഉയർത്തുന്നു. കർത്താവിനെ പുതിയ പാട്ടും നീതിമാന്മാരുടെ സഭയിൽ അവന്റെ സ്തുതിയും പാടും. ഇസ്രായേൽ തന്റെ സൃഷ്ടാവിൽ സന്തോഷിക്കുകയും സെഹിയോന്റെ പുത്രന്മാർ തങ്ങളുടെ രാജാവിൽ ആനന്ദിക്കുകയും ചെയ്യട്ടെ. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, എന്തുകൊണ്ടെന്നാൽ സ്വർഗരാജ്യം അവരുടേതാകുന്നു. ദുഃഖിച്ചിരിക്കുന്നവർ ഭാഗ്യവാന്മാർ, എന്തുകൊണ്ടെന്നാൽ അവർ ആശ്വാസപ്പെടും. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തുകൊണ്ടെന്നാൽ അവർ ഭൂമിയെ അവകാശമായി അനുഭവിക്കും. നീതിക്കായി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, എന്തുകൊണ്ടെന്നാൽ അവർക്ക് തൃപ്തരാകും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തുകൊണ്ടെന്നാൽ അവരുടെ മേൽ കരുണയുണ്ടാകും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തുകൊണ്ടെന്നാൽ അവർ ദൈവത്തെ കാണും. സമാധാനം നടത്തുന്നവർ ഭാഗ്യവാന്മാർ, എന്തുകൊണ്ടെന്നാൽ അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നീതി നിമിത്തമായിട്ട് പീഡിപ്പിക്കുന്നവർ ഭാഗ്യവാന്മാർ, എന്തുകൊണ്ടെന്നാൽ സ്വർഗരാജ്യം അവരുടേതാകുന്നു. അവർ നിങ്ങളെ നിന്ദിക്കുകയും നിങ്ങളെ പീഡിപ്പിക്കുകയും എന്റെ നിമിത്തം സകല ദുർവചനത്തെയും നിങ്ങളുടെ നേരെ വ്യാജമായിട്ട് പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വർദ്ധിച്ചിരിക്കൊണ്ട് നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിപ്പീൻ. നാഥാ നിൻ രാജ്യത്തിൻ മഹിമാഗമനെ ശ്രീവാചിറകാൽ ഞങ്ങളെ മോടിക്കൊള്ളണമേ. നാഥാ നിൻ രാജ്യത്തിൻ മഹിമാഗമനെ നിൻ പരിശുദ്ധന്മാരോടടിയ ചേരണമേ. ഇന്നേകസുതേന്താൻ ഉദ്ധാരേ ദൂതർ ഈകൾക്കാരെ തം സന്തോഷവുമാ അറിയിച്ചു. നാഥാ നിൻ രാജ്യത്തിൻ മഹിമാഗമനെ നിൻ നാമത്തെ ഏറ്റൊരു ഞങ്ങളെ ഏൽക്കണമേ. ബാരക്കുമോ നാഥാ നിൻ രാജ്യത്തിൻ മഹിമാഗമനെ പുണ്യം ഞങ്ങൾ നൽകേടുമറി ചോർക്കും. സൗമൻകാരെ കുറിയേലായിസു. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോടെ കരുണയും ദയയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭവും പുകഴ്ചയും അഞ്ഞുപോകാത്ത എല്ലാ ഉന്നതിയും എല്ലായ്പ്പോഴും സദാനേരം ഇടപെടാതെ കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. നാം തന്നോട് അപേക്ഷിക്കാതെ തന്നെ തൻ്റെ കൃപ മൂലം നമ്മെ മരണമില്ലാത്തവരാക്കി തീർപ്പാനായിട്ട് തിരുവിഷത്താൽ നമ്മുടെ അടുക്കലേക്ക് വരികയും തൻ്റെ കഷ്ടാനുഭവത്താൽ നമ്മുടെ കടച്ചീട്ടിനെ കീറിക്കളയുകയും മരണമുള്ളതായ നമ്മുടെ വർഗത്തിന് തൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് മൂലവും മരണമില്ലായ്മ സൗജന്യമായി തരുകയും
മേലുള്ളവർക്കും താഴെയുള്ളവർക്കും തന്റെ ജീവിച്ചെഴുന്നേൽപ്പ് മൂലം സന്തോഷവും ആനന്ദവും ദാനം ചെയ്യുകയും ചെയ്ത നല്ല എവിടെവനെ കർത്താവിന് സ്തുതി. പ്രഭാത പ്രാർത്ഥനയുടെ ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികകളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം ഒക്കുകയും സ്തുതിയും ബഹുമാനവും ആരാധനയും എനിക്ക് യോഗ്യമാകുന്നു. ബഹുലകന്യോസുതായ എങ്കിലോ പുണ്യമാക്കുന്നവനും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ തിന്മകളെ മായ്ച്ചു കളയുന്നവനുമായ ഞങ്ങളുടെ ദൈവമായ കർത്താവേ, എന്റെ സ്നേഹകാരുണ്യത്താൽ എന്റെ കർത്താവേ, എണ്ണപ്പെടുവാൻ പാടില്ലാതെ വണ്ണം വളരെ വലിയമായ അസംഖ്യപാപങ്ങളും വിശ്വാസമുള്ള സകല ജനത്തിന്റെയും പാപങ്ങളെ മായ്ച്ച് ഉത്തമനായുള്ളവേ കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്നിൽ നിന്നുള്ള അനുഗ്രഹങ്ങളാൽ ഞങ്ങളെ അവിടുന്ന് ഓർക്കുമാറാകണമേ. എന്റെ നാഥാ, നിന്റെ കരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വിശുദ്ധിയും മാത്രമുള്ള ഞങ്ങളുടെ പ്രജകളായ വിശ്വാസികളായ സകലമാകിപ്പോയവരുടെയും ആത്മാക്കളെ അവിടുന്ന് ഓർത്തുകൊള്ളണമേ. എന്റെ കർത്താവേ, അവരുടെ ശരീരാത്മദേഹികളെ ആശ്വസിപ്പിച്ച് കരുണയുടെയും മനോണപ്പരുന്നീർ അവരുടെ അസ്ഥികളിൽ തളിക്കണമേ. ഞങ്ങളുടെ മഹത്വത്തിന്റെ രാജാവായ കർത്താവേ, മഹത്വനാഥ, ഞങ്ങൾക്കും അവർക്കും പാപപരിഹാരം ചെയ്യുന്നവരും നീ തന്നെ ആയിരിക്കണമേ. എന്റെ കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ചെയ്ത് ഞങ്ങളുടെ സഹായത്തിനെത്തി ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളുമാറാകണമേ. ദൈവം തമ്പുരാനെ, കണ്ണിന്റെ കോപശിക്ഷകളെ ഒഴിച്ചു മായ്ച്ചു കളയണമേ. സമാധാന മനുഷ്യർക്കുള്ള നല്ല അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും യോഗ്യരാക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയ പരിപൂർണത ഞങ്ങൾക്ക് സൗജന്യമായി നൽകണമേ. നല്ല മരണത്തിന് ഞങ്ങളെ എല്ലാവരെയും യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. ഹോശോ സകലത്തിന്റെയും സൃഷ്ടാവും നിർമ്മാതാവും ശക്തി പരാക്രമികളോടുകൂടെ ഇരിക്കുന്നവനുമായ കർത്താവേ, നിന്റെ സ്നേഹം മൂലം ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി തിരുവച്ചത്താൽ കഷ്ടാനുഭവത്തിനും മരണത്തിനും ശ്ലീബായിക്കുമായി നീ എഴുന്നള്ളി വന്നു. ശപിക്കപ്പെട്ട ജനമായ യഹൂദന്മാരിൽ നിന്ന് ആക്ഷേപവും നിന്നയും പരിഹാസവും സഹിച്ചു. നീ ന്യായാധിപന്മാരുടെ ന്യായാധിപതിയായിരിക്കുമ്പോൾ നാടുവടിയായ പിലാത്തോസിന്റെ മുൻപാകെ നിൽക്കുകയും ദുഷ്പ്രവർത്തിക്കാൻ കുറ്റക്കാരെന്ന പോലെ അടികളാൽ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്തു. കുറ്റക്കാരനും ഹീനനെന്ന പോലെ ന്യായസ്ഥലത്തെ ഏൽപ്പിക്കപ്പെട്ടു. അതിഭയഭക്തിയോടുകൂടെ ക്രൂപന്മാരുടെ പുറത്ത് ആഘോഷിക്കപ്പെടുന്നവനായിരിക്കുമ്പോൾ നിന്റെ തിരുവിഷ്ടത്താൽ നിന്നയിൽ ശ്രീഭാവേൽ തൂക്കപ്പെട്ടു. തീപായിൽ നിൽക്കുന്നതിനായി തറയ്ക്കപ്പെട്ടപ്പോൾ സൂര്യൻ തന്റെ സ്ഥലത്തെ അന്ധകാരപ്പെടുത്തുകയും നക്ഷത്രങ്ങളെ അവയുടെ നിരകളിൽ നിന്ന് വീഴിക്കുകയും ചന്ദ്രനെ രക്തനിറം കൊടുക്കുകയും ചെയ്തു. അശുദ്ധപ്പെട്ടിരിക്കുന്ന വായുമണ്ഡലത്തെ നിന്റെ തൃക്കൈകൾ വിരിച്ച് ശുദ്ധീകരിച്ചു. കഠോരമായ നിന്റെ അട്ടഹാസത്താൽ ദേവാലയത്തിന്റെ തിരശ്ശീല ചീന്തുകയും
ഭൂമിയെ വിറപ്പിക്കുകയും പാറകളെ പൊടിക്കുകയും കബറുകൾ തുറക്കുകയും ചെയ്തു. നിന്റെ പാതാള പ്രവേശനത്താൽ മരണത്തെയും സാത്താനെയും കൊല്ലുകയും പാതാളത്തിലുണ്ടായിരുന്ന മരിച്ചവർക്ക് ശരണവും സന്തോഷവും ജീവനും നാശമില്ലായ്മയും പ്രസംഗിക്കുകയും പാതാളത്തിൽ ബന്ധിക്കപ്പെട്ടിരുന്നവരെ അഴിച്ചു വിടുകയും പാതാളത്തിന്റെ അകാല കുഴിയിൽ കടന്നിരുന്ന വിലങ്ങുകാരെ പുറത്തിറക്കുകയും കബറിൽ ഉണ്ടായിരിക്കുന്നവരുടെ കഴുത്തുകളെ മറുതലിപ്പുകാരനായ ദുഷ്ടരിൽ നിന്നും സ്വാതന്ത്ര്യപ്പെടുത്തി രക്ഷിക്കുകയും ചെയ്തു. സകല സൃഷ്ടിക്കും പുതിയ ജീവൻ സൗജന്യമായി കൊടുക്കുകയും ലോകത്തെ മുഴുവനും നിരപ്പും സമാധാനവും മനുഷ്യ സ്നേഹവും കൊണ്ട് നിറയ്ക്കുകയും ചെയ്തു. ജീവന്റെയും രക്ഷയുടെയും സുവിശേഷം പ്രസംഗിപ്പാനായിട്ട് നിന്റെ വിശുദ്ധ ശ്രീകന്മാരോട് കൽപ്പിക്കുകയും ദൈവം കബറിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്നും തൻ്റെ ശത്രുക്കൾ ചിതറിപ്പോയി എന്നും അവർ ലോകമൊക്കെയും അറിയിക്കുകയും ചെയ്തു. അതിനാൽ കരുണയുള്ളവനായ കർത്താവേ, രക്ഷിക്കുന്നതും ജീവനുണ്ടാക്കുന്നതുമായ ഈ നിന്റെ ഉയർത്തെഴുന്നേൽപ്പ് ദിവസത്തിൽ ഞങ്ങൾ നിന്റെ കൃപയോടെ അപേക്ഷിക്കുന്ന എന്തെന്നാൽ ഞങ്ങളെ മരണമില്ലാത്തവരും നാശമില്ലാത്തവരുമാക്കി തീർക്കണമേ. ആക്ഷേപകരവും നിന്ദാകരവുമായ സകല വികാരത്തിൽ നിന്നും ഞങ്ങളെ സ്വാതന്ത്ര്യപ്പെടുത്തണമേ. സകല ദുർവികാരങ്ങളോടും എതിർത്ത് നിൽക്കുന്നതിനെ ഞങ്ങൾ പ്രാപ്തരാകുവാനായിട്ട് ജീവിപ്പിക്കുന്നതായ നിന്റെ ശക്തിയാൽ ഞങ്ങളെ ആയുധം ധരിപ്പിക്കണമേ. ആകൽക്കർസായെയും അവരുടെ സകല സൈന്യങ്ങളെയും നിന്നാൽ ഞങ്ങൾ ജയിക്കുമാറാകണമേ. ഞങ്ങൾ എല്ലാവരും നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിനെ സന്തോഷത്തോടുകൂടി എഴുന്നേൽപ്പാനായിട്ട് നല്ല അവസാനത്തിനും നിരപ്പുള്ള പുറപ്പാടിനും യോഗ്യരായി തീരണമേ. ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. സത്യവിശ്വാസത്തോടുകൂടി നിന്നിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്ന വിശ്വാസികളായി ഞങ്ങളുടെ മരിച്ചുപോയവരെ നീതീകരിച്ച് ഭാഗ്യമുള്ള ഭവനങ്ങളിൽ അവരെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ വിശുദ്ധ റുഹായിക്കും എപ്പോഴും ഇപ്പോഴും നീക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും തിരിയപ്പെടുമാറാകട്ടെ. ആമീൻ. നിന്നാൽ സ്തുതിയോടു രാജമകൾ ഹാലേ ലോയ്യായോ ഹാലേ ലോയ്യ നിൻവരമേ രാജഭാവിനിയും നയവാൻ മന പോലെ തളർത്തിടുമേ. ഹാലേ ലൂയോ ഹാലേ ലോയ്യ വളരുമവല്ലവനോൻ കാരികൾ പോൽ മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ. ഹാലേ ലൂയോ ഹാലേ ലോയ്യ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും പാറയ്ക്കുമോ. മലപോലും വാതാമലപോലും മീനാമീൻ. സ്തുതി ദൈവത്തിനുയരത്തിൽ തന്മാതാവീനു നാദിയോ മഹിമാമുടി സഹദേന്മാർക്കും മൃതരിൽ കരുണയുമുണ്ടാക. താതനും ശ്ലോമോക പ്രിയേ മൂലം മേലിന്യാതന്യേ മറിയാമിനു നൽകപ്പെട്ടു
ശ്ലീഹന്മാർക്കും ശ്ലോമോദൻ ശ്ലീഹന്മാർക്കും ശ്ലോമോ നാദങ്കൽ കൂറുവരും സഹദേന്മാർക്കും ശ്ലോമോ തന്മക്കൾ വസിക്കും പരിശുദ്ധ സഭയ്ക്കും ശ്ലോമോ മനോലം വാദാമനോലം നീരാമീൻ നാം ദേവസുതന്മാരാവാൻ ആയുഷ്കാലത്തിൽ ചൊല്ലി തന്നാദരയോർക്കേണം നയവാന്മാർ പുണ്യപ്പെട്ടു ചേകുമവർക്കാശ്വ സംസർഗേ പുത്രൻ ദൈവം മേലെ ശുദ്ധൻ നീ ആലോഹോ ശുദ്ധൻ നീ ബലവാനേ ശുദ്ധൻ നീ മൃദുഹീന ക്രൂശേറ്റോനെ കൃപ ചെയ്തിടണമേ ശുദ്ധൻ നീ ആലോഹോ ഹാലേലൂയ ശുദ്ധൻ നീ ബലവാനേ കോരേലായേസോൻ ശുദ്ധൻ നീ മൃദുഹീന ക്രൂശേറ്റോനെ കൃപ ചെയ്തിടണമേ ശുദ്ധൻ നീ ആലോഹോ ഹാലേലൂയ ശുദ്ധൻ നീ ബലവാനേ കോരേലായേസോൻ ശുദ്ധൻ നീ മൃദുഹീന ക്രൂശേറ്റോനെ കൃപ ചെയ്തിടണമേ കർത്താവേ കൃപ ചെയ്യണമേ ഹാലേലൂയ കർത്താവേ കൃപ ചെയ്യുക കോരിയേലായിസോൻ കർത്താവേ കർമാർത്ഥനകളെ ഏറ്റിട്ടവയാൽ കൃപ ചെയ്തിടണമേ സ്തുത്യൻ നീ ആലോഹോ ഹാലേലൂയ സ്തുത്യൻ നീ സൃഷ്ടാവേ കോരേലായേസോൻ സ്തുത്യൻ നീ പാപികളടിയാരിൽ കൃപ ചെയ്തിടും മശിഹാരാജാവേ മാറിക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം പരിശുദ്ധമാകണമേ നിന്റെ രാജ്യം വരണമേ നിന്റെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള തരണമേ ഞങ്ങളുടെ കടക്കാരോടെ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടകളും പാവങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ ദോഷങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്നോട് രാജ്യവും ശക്തിയും മാത്രം എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമീൻ കൃപ നിറഞ്ഞ പറയുമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവിനോടുകൂടെ ശ്രീമായിട്ട് നീയാവുന്നു നിന്റെ വയറ്റിൽ ധനപരമായ നമ്മുടെ കർത്താവ് വിശ്വസിയമായിട്ട് പ്രവനാവുന്നു ശുദ്ധമുള്ള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും ദൈവം നമ്പരാനോ അപേക്ഷിച്ചുകൊള്ളണമേ ആമീൻ സർവശക്തിയുള്ളതായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിന്റെ സൃഷ്ടിതാവായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ ഏകോദരനും സർവലോകവും നിരീച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചനും സൃഷ്ടിയില്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോടെ അസമത്വമുള്ളവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസായ പ്രകാര സ്വർഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധരുഹായ ദൈവമാതാവായ വിശുദ്ധവന്റെ മറിയാമിൽ നിന്ന് ശരീരയായി തീർന്ന മനുഷ്യനായി പുന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ചുടക്കപ്പെട്ട് മൂന്നാം ദിവസം എഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത്തുവാതിരുന്നവരും ജീവിതവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ ബോധത്തോടെ പരിപാലിക്കുന്നവരും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവരുമായ യേശു മിശിഹാ ആയ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു സ്ഥലത്തെ ജീവിക്കുന്ന കർത്താവ് പിതാവിന് പുറപ്പെട്ട പിതാവിനോട് പുത്രനോട് കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവരും ദിവ്യന്മാർ ശ്രീകന്മാർ മുഖാന്തരം സംസാരിച്ചവരുമായ ജീവന് വിശുദ്ധിയുള്ള ഏകരുകായും കാതോലികവും ശ്രേഷ്ഠവുമായ ഏകവിശുദ്ധ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു.
പാപമോചനത്തിനും മാമോദീസ ഒരിക്കൽ മാത്രമേ ഉള്ളൂ ഞങ്ങളെ പറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിൽ വരുവാൻ ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമീൻ. പാർക്കുമോ സൗമൻ കാലസ് കുറിയലായിസോൻ കുറിയലായിസോൻ കുറിയലായിസോൻ.